നമ്മളിന്ന് IHRDയിൽ പേരൻസ് മീറ്റിങ്ങിന് വന്നേക്കുവാണ്. അപ്പോൾ പിള്ളേരുടെ എക്സിബിഷനും കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പോകാല്ലേ? ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. IHRD മുട്ടം, ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത് മുട്ടം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് എൻ്റെ കുട്ടി. ഇന്നായിരുന്നു നമ്മുടെ സ്കൂളിലെ പേരൻസ് മീറ്റിങ്ങും കുട്ടികളുടെ എക്സിബിഷനും. അതിനോടനുബന്ധിച്ച് കുട്ടികൾക്കും പേരൻസിനുമായി 2 ക്ലാസ്സുകളും അറേഞ്ച് ചെയ്തിരുന്നു. കുട്ടികളുടെ പഠനത്തോടൊപ്പം അവരുടെ ഹയർ സ്റ്റഡീസ് എങ്ങനെ തിരഞ്ഞെടുക്കണം, ഏത് തലത്തിൽ തന്നെ അതിനായി തയ്യാറെടുപ്പുകൾ ആരംഭിക്കണം, എങ്ങനെ വിവിധ അവസരങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നതിനെക്കുറിച്ചും, നമ്മുടെ കുട്ടികൾ വളരുന്ന സാഹചര്യത്തിൽ സമൂഹത്തിൽ നിന്നും ഉണ്ടാകാവുന്ന വിവിധ ചതിക്കുഴികളെയും തെറ്റായ സ്വാധീനങ്ങളെയും തിരിച്ചറിയുവാനും അവയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിച്ച് ശരിയായ ദിശയിൽ നയിക്കുവാനും മാതാപിതാക്കൾക്ക് ആവശ്യമായ ബോധവൽക്കരണം, ഈ 2 ടോപ്പിക്കായിരുന്നു ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഏറ്റവും അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു നമ്മുടെ സ്കൂളിലെ 2 കുട്ടികൾ രാജ്യത്തിന് വേണ്ടി മെഡൽ വാങ്ങിയ കുട്ടികളുണ്ട് എന്ന് അറിഞ്ഞപ്പം. ശരിക്കും നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ നാടിനെ സംബന്ധിച്ച്, നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് വലിയൊരു അഭിമാനമുള്ളൊരു നിമിഷമായിരുന്നു അത്. അതേപോലെ തന്നെ കട്ടപ്പനയിൽ നിന്നും വന്നു വരെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞു. കട്ടപ്പന എന്ന് പറയുമ്പോൾ നമുക്കൊരു 80 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട്. അപ്പോൾ അത്രയും ദൂരം നിന്ന് വരെ നമ്മുടെ സ്കൂളിൽ കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. അവരുടെ പേരൻസ് മീറ്റിങ്ങിന് വരെ എത്തിയിരുന്നു. കുട്ടികളുടെ ആ ഒരു എക്സിബിഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ സ്കൂളിൽ നിന്നും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട്. പഠനം എന്നത് പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കുട്ടികളുടെ ഓരോ പ്രദർശനവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ കഴിവുകളും ആശയങ്ങളും ആത്മവിശ്വാസവും നേരിൽ കാണാൻ കഴിഞ്ഞത് ഏറെ സന്തോഷം നൽകി. കുട്ടികൾ എന്തായി മാറണം എന്നതിലുപരി അവർക്ക് ഉള്ള കഴിവുകൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുവാണ് നമ്മൾ ഓരോ മാതാപിതാക്കളും ചെയ്യേണ്ടത്. അതേപോലെ തന്നെ കുട്ടികൾ ചെറിയൊരു ഫുഡ് ഫെസ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ഗെയിമുകൾ ഉണ്ടായിരുന്നു. മാത്സിൻ്റെ, ഫിസിക്സിൻ്റെ, ഇലക്ട്രിക്കൽസിൻ്റെ ഒക്കെ എക്സിബിഷനുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട് എന്താണ്. അവരുടെ ഒരു കഴിവ് പുസ്തകത്തിൽ നിന്ന് മാത്രം വായിച്ച് പഠിക്കുക എന്നതല്ല വിദ്യാഭ്യാസം എന്ന് തീർച്ചയായിട്ടും നമുക്ക് ചെല്ലുമ്പോൾ മനസ്സിലാകും. പിന്നെ നമ്മുടെ സ്കൂള് ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ, ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാനായിട്ട് വരട്ടെ, കുട്ടികളുടെ കഴിവുകളൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന വലിയൊരു അവസരമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ എൻ്റെ കുട്ടിക്കാണെങ്കിലും വന്ന ഒരു മാറ്റം ഇപ്പം ഈ ഒരു എക്സിബിഷന് വേണ്ടിയൊക്കെ തയ്യാറാക്കാനൊക്കെ ആയിട്ട് മനസ്സ് വെച്ചു. അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഇനി ഇതിൽ കൂടുതൽ കുറച്ചും കൂടി ഉണ്ട്, എനിക്ക് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ ഇത് ബയോളജിയുടെ ആയിരുന്നു. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഫോണൊന്നും നോക്കിയിരിക്കാതെ പാറും ഹന്നയും നൈനിക്കയും ഒക്കെ എല്ലാവരും അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്തു കേട്ടോ. അപ്പം ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഹന്നയുടെ വർക്ക് ഇരിപ്പുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹൈഡ്രോപോളിക്സ് ആയിരുന്നു പാറും നൈനികയും കൂടെ ചെയ്തത്. നമ്മൾ ഫിഷൊക്കെ മേടിച്ച് അതിന്